എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് പോലല്ല. അപ്പം ഞാൻ ഇച്ചിരി നെയ്യും ഓയിലും ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുകും ഇത്തിരി ഉഴുന്നുപരിപ്പോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക്, ഇച്ചിരി ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് നേരത്തെ ആദ്യമേ ഇടേണ്ടതായിരുന്നു. കുറച്ച് ക്യാഷ്നട്ട് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 2 കപ്പ് റവ എടുത്ത് വറുത്തതാണേലും വറുക്കാത്തതാണേലും ഈ നെയ്യിൻ്റെ അകത്തിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കണേ. ഇപ്പം ഞാനിപ്പം നന്നായിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പിന് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനതിന് തിളച്ച വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഇത് ചെറിയ തീയിലൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം ഞാൻ അടച്ചിട്ടു. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാച്ചിയ പാലാണേ. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഉപ്പുമാവെന്ന് പറയുന്നത് ഒരു ഇച്ചിരി ലിക്വിഡ് കൂടുതലായിട്ടുള്ള ഇച്ചിരി വെറ്റ് പോലെ ഇരിക്കുന്ന ഉപ്പുമാവാണ്. നമ്മളുണ്ടാക്കുന്ന ഡ്രൈ ഉപ്പുമാവല്ല. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചപ്പാത്തിക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് കറിവേപ്പിലയും 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മീഡിയം സൈസിലെ 3-4 സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി അതൊന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ വഴന്ന് വന്നിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് മസാലയുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നോണ്ടേ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇതിൽ കുറച്ച് നേരം കൂടെ ഞാനവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് പരിഞ്ഞിലിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനായിട്ട് ഒരു സവാള അരിഞ്ഞതും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഒരു കുടം പുളിയും ഇതെല്ലാം കൈ കൊണ്ട് നന്നായി ഞെവിടിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ പരിഞ്ഞിൽ ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ടവർക്ക് ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും കൊടുത്തായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള മുട്ടക്കറി വേണ്ട ഈ ചട്ടിക്കകത്തിരുന്ന് അങ്ങ് നന്നായി അങ്ങ് കുറുകി സെറ്റായിട്ടുണ്ട്. നമ്മുടെ പരിഞ്ഞിൽ ഞാൻ അടപ്പത്ത് വെച്ചേക്കുമല്ലായിരുന്നു. അത് വെന്ത് വന്നോണ്ടേ വെള്ളമൊക്കെ വറ്റി വന്നോണ്ടേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പരിഞ്ഞിൽ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുറച്ച് മീൻ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.